എൻ്റെ പൊന്നുമക്കളെ, പരിശുദ്ധാത്മാവ് ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് നമ്മൾ ആക്ടിവേഷൻ ഓഫ് കവനൻ്റ് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനത്തിലാണ് സംഭവിക്കുന്നത്. ഇന്ധനം കത്തുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഫയർ ആകത്തില്ലേ? ഇപ്പോൾ ഒരു തുള്ളി പെട്രോൾ ചീറ്റി വീഴുമ്പോൾ ആ ഫയർ കത്തിപ്പിടിച്ചിട്ട് ടർബൈൻ കറക്കിയിട്ട് വീലിനെ കറക്കും. അങ്ങനെ ബൈക്ക് പിന്നെ മുന്നോട്ട് പോകും. അതുപോലെ ഉടമ്പടി ഫയർ ആകണത് എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം, നല്ലതാണ്. കാര്യം പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി നിലവിലുള്ള സംവിധാനങ്ങൾ കുദാശകളാണ്. പിന്നെയുള്ള സംവിധാനങ്ങൾ വ്യത്യസ്തങ്ങളായ ധ്യാന രീതികളാണ്. എന്തൊക്കെയാണത്? പ്രാരംഭധ്യാനം, വളർച്ചാധ്യാനം, ആന്തരികസൗഖ്യ ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം. ഈ വരദാനങ്ങളുടെ ധ്യാനത്തിൻ്റെ സെക്ഷനിൽ അപ്പോൾ നമ്മളൊരു 2.5 കൊല്ലം പിന്നിട്ടിരിക്കും. ധ്യാന പരിചരണത്തിൽ ആണ് നമുക്ക് ദർശനങ്ങൾ ലഭിക്കണത്, സ്വപ്നങ്ങൾ ഉണ്ടാകണത്. അപ്പം അത്രയും വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഈ സതീശ് പറയണത് എന്താണെന്നറിയാമോ? ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വന്നു കൈയടിച്ച് ശ്രുതികളല്ലേ. അതായത് നമ്മൾക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വരുമ്പോൾ അതിനർത്ഥം അതിലൊന്ന് നമ്മളെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ ആയെന്നാണ് എൻ്റെ അർത്ഥം. നിലപാട് അറിയുന്ന ഞാൻ പറഞ്ഞില്ലേ, നിലം നല്ല നിലമായിരിക്കുന്നു, ദൈവത്തിന് കമ്മ്യൂണിക്കബിളായി. നീ കവനൻറ്റിൻ്റെ കമ്മ്യൂണിക്കബിൾ ആകുന്ന ഒരു തലമാണത്. എന്നുവെച്ചാൽ നിങ്ങളിൽ അതിൻ്റെ മദർ ബോർഡുണ്ട്, അതിൻ്റെ ഒരു പാർട്ട് നിങ്ങളിലുണ്ട്. ദൈവത്തിന് കമ്മ്യൂണിക്കേഷനായി നിങ്ങളുമായിട്ട്. അപ്പോൾ ദർശനങ്ങളെ സ്വപ്നങ്ങളെയും വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ദാറ്റ് മീൻസ് അത് ദർശന സ്വപ്നങ്ങളും കവനൻ്റിൽ പ്രസൻസിൻ്റെ ഭാഗമാണ്. കാര്യം പ്രസൻസ് ആണല്ലോ കവനൻറ്റിൻ്റെ എല്ലാ പ്രാർത്ഥനകൾ കവനൻറ്റിനെ വ്യത്യസ്തമാക്കുന്നത് പ്രസൻസാണ്. എന്താണ് കവനൻറ്റിൻ്റെ അകത്ത്? ഇപ്പോൾ പുറപ്പാട് 33:14 അതുപോലെ തന്നെ ജോഷുവ 1:9 എന്താ പറഞ്ഞത്? പുറപ്പാട് 33:14 പറയണത് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. കവനൻറ്റിലുള്ളതാണ് പ്രസൻസ്, സാന്നിധ്യം. പിന്നെ എന്താണ് ജോഷുവയിൽ എന്താ 1:9 പറയണത്? ഐ കം വിത്ത് യു വേർ എവർ യു ഗോ. സാന്നിധ്യത്തിൻ്റെ വിശാലത വരണത് അങ്ങനെയാണ്. നീ എവിടെ പോയാലും, ദാറ്റ് മീൻസ് ICUലായി നീ ബോധം കെട്ട് വെന്റിലേറ്ററിൽ കിടന്നാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ശ്രുതികട ഹല്ലേലൂയ. അതായത് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നീ കർത്താവിൻ്റെ വചനങ്ങൾ സന്തോഷത്തോടെ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് കവനൻ്റെ റൈപ്പാകുന്ന. അപ്പോഴാണ് അതൊക്കെ അത് നിങ്ങളുടെ കാലാവസ്ഥകൾ നിങ്ങൾക്കത് വിവേചിക്കണം. അതായത് കവനൻ്റെ പാകമായി ഇപ്പോൾ ഒരു പഴം നമ്മൾ ഇപ്പം മാങ്ങ, ഉണ്ണി മാങ്ങ എന്നൊക്കെ പറയും, പിഞ്ചെന്നൊക്കെ നമ്മൾ പറയും അല്ലേ? പിഞ്ച്, പിന്നെ ഉണ്ണി മാങ്ങ, പിന്നെയാണത് പഴം മാങ്ങയായിട്ടൊക്കെ വരണത് പഴുത്ത് വരുമ്പോൾ അല്ലേ? ഒരു പ്രോസസ്സിങ് ഉണ്ട്. കവനൻ്റെ അതായത് ഒരു റൈപ്പാകുന്ന ഒരു സംഭവമുണ്ട്. ആ സമയത്താണ് എന്താണ് നമ്മൾക്ക് സന്തോഷമുണ്ടാകും. ഇപ്പം നിങ്ങൾ പത്രം കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ നിങ്ങളിവിടെ അളിഞ്ഞ മോന്തമായിട്ടാണ് പലരും പോകുന്നത്. പത്രവും കഷത്തിൽ വെച്ച് അളിഞ്ഞ മോന്തമായിട്ട് എങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് കെട്ടി വെക്കണം. അതാ സംഭവം. എന്നിട്ട് ഈ കള്ളന്മാർക്ക് അക്കാമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു കണ്ടാന്നൊക്കെ കള്ളന്മാർ പത്രം കൊണ്ട് പോകണ്ടേ? ഒത്തിരി പേര് കാണുമ്പോൾ അറിയാൻ പറ്റും. അവർക്ക് പേടിയാണ് ആൾക്കാരെ. ഈ പത്രം ആരെ കെട്ടി ഏൽപ്പിക്കുക, അവർ വാങ്ങിക്കുക, അവർ നമ്മളെ വഴക്കിടുക. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടാർഗറ്റ് തന്നിരിക്കുന്നത് പ്രോജക്റ്റ് പത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീപ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് കേമന്മാരാണല്ല. 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവൻ കളക്ടറാണെന്ന് പറഞ്ഞാൽ നടക്കണത്. ഇപ്പം അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ വലിയ കുടുംബക്കാരാണ്, ഞങ്ങൾ ആഭിജാത്യമുള്ളവരാണ്, ബ്ലൂ ബ്ലഡാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ? അപ്പോൾ ഇവർക്കൊന്നും മെയ് ഇറങ്ങിയിട്ട് കർത്താവിൻ്റെ ജോലി വിനയത്തോടെ എളിമയോടെ ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള അഭ്യാസികളെ ആദ്യം തന്നെ കൈകാര്യം ചെയ്യുന്നൊരു ഉടമ്പടിയിൽ എന്നുവെച്ചാൽ, അതായത് നമ്മൾക്കുണ്ടാകുന്ന ദൈവത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത ഇടങ്ങളെ ഉടമ്പടി ആദ്യമേ തന്നെ പൊട്ടിച്ച് കളയും. എന്തു പറയും? ആശുപത്രി പോകണം, ഗവൺമെൻറ് ആശുപത്രി തന്നെ നോക്കി പോകണം, അല്ലാതെ പ്രൈവറ്റ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പോയിട്ട് AC റൂമിൽ പോയിട്ട് ആൻറ്റിനെ കണ്ടുവെച്ചാൽ പോന്നിട്ട് ഞാൻ രോഗിയെ കണ്ടെന്നൊന്നും പറയരുത്. അത് നിങ്ങളുടെ പ്രൈവറ്റ് ബിസിനസ്സാണ്. പാവത്തങ്ങൾ ജീവിക്കണ ഗവൺമെൻറ് ആശുപത്രി പോകണം. അവരവിടെ ഭക്ഷണം കഴിക്കാത്ത ഒരു ബൈസ്റ്റാൻഡേഴ്സ് കാണും. അവർക്ക് ആശുപത്രിയിൽ നിന്ന് ഭക്ഷണം രോഗികൾക്ക് കിട്ടും, ബൈസ്റ്റാൻഡറിന് കിട്ടത്തില്ല. നിങ്ങളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ എഴുന്നേക്കണം. ചിലർ അമ്മയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാവ്യ അവിടെ കൊണ്ട് കൊടുക്കും, സ്കൂട്ടർ സൈക്കിളെ വെച്ച്. ആ അമ്മ ചമ്മന്തി അരയ്ക്കുമ്പോൾ നിങ്ങളുടെ കൂടണം. ഞാൻ യൂത്തിനോടാണ് പറയണത്, 40% യൂത്താണേ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ അവർ നല്ല മക്കളാണ്, ബുദ്ധിയുള്ള മക്കളാണ്, കൃപയുള്ള മക്കളാണ്. പക്ഷെ അവർക്ക് കാര്യം പറഞ്ഞാൽ അവർ ഇടിവെട്ടി പറയും. അപ്പോൾ അവർ നിങ്ങളെ അമ്മ ചെയ്യുമ്പോൾ ഈ ആശുപത്രിയിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അമ്മയാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അമ്മയുടെ കൂടെ കൂടി സഹായിക്കണം. അപ്പോൾ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ കൈ കൊടയരുത്, കൈ ഒടിഞ്ഞു പോകും. മറിച്ച് സന്തോഷം തോന്നണം. ആ സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ക്ലിക്കായിട്ടുണ്ട്. ക്ലൈമറ്റ് എൻ്റെ ആക്ച്വൽ ക്ലൈമറ്റായി ഉടമ്പടിയുടെ കറക്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന കാലാവസ്ഥയായിരിക്കണം. ഇപ്പോൾ നാട്ടിലൊക്കെ ചെമ്മീനായി ഇവിടെ മുഴുവൻ കറി ആൾക്കാർക്ക്. നിങ്ങൾക്കുണ്ടോയെന്ന് അറിയത്തില്ല, നാട്ടിലൊക്കെ കുറേ ആൾക്കാർക്ക് ചെമ്മീൻ കിട്ടി. ഇപ്പോൾ എന്താ കാര്യം? കാലാവസ്ഥ അതാ. കുറേ ഒരു നല്ല മഴ കഴിഞ്ഞു, പുഴയിലേക്ക് വെള്ളം കയറി, കടൽ വെള്ളവും നമ്മുടെ കായൽ വെള്ളം കൂടി യോജിച്ചു, ചോലയുണ്ടായി. അപ്പോൾ ആ ചെമ്മീൻ പിന്നെ ഒഴുക്കിന് കടലിലേക്ക് പോയി, അതൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നു. അതെന്നാൽ ഇത്തരം ചെമ്മയൊക്കെ ആയുള്ളൂ, ഇനിയും വലുതാവുന്നത്. അപ്പോൾ ചെമ്മീൻ്റെ കാലാവസ്ഥയാണത്. ക്ലൈമറ്റിനും അതുപോലെ തന്നെ ഉടമ്പടിക്കും ഒരു കാലാവസ്ഥ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണതിന് സങ്കടം, പേടി, ഭയം, മറ്റൊരു നാട്ടുകാരെന്ത് കാണും, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് മറ്റുള്ളവരെ ദൈവത്തെക്കാൾ നാട്ടുകാരെ ഭയം, ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സംവരണത്തിൽ തരണതാണ്. മറ്റുള്ളവരുടെ പ്രാർത്ഥന, അമ്മയുടെ കണ്ണീരൊക്കെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതാണ് യൂത്ത്. പക്ഷെ അങ്ങനെ എന്നും കൊന്നും അമ്മയുടെ കണ്ണീരിൽ ജീവിക്കാൻ, അമ്മയൊക്കെ കണ്ണൊക്കെ അടയണ കാലത്ത് നമുക്ക് ജീവിക്കണ്ടേ? അതാണ് സത്യം. അപ്പോൾ അത് നോക്കിയിട്ട് നേരത്തെ തന്നെ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എപ്പോഴും ചെയ്യണത്, ഈ പരിശുദ്ധാത്മാവായാലും ഈശോയായാലും ദേവിതാവായാലും ഇവരെല്ലാം വ്യക്തികളാണ്. നമ്മളൊരു വ്യക്തിയോടാണ് ഇൻട്രാക്ട് ചെയ്യണത്. ഇവർ ഒരേ സമയം സത്തയിൽ പക്ഷേ ഏകമാണ്, ഒന്നാണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയും ഐസ് കട്ട പോലെ ഇരിക്കുമെന്ന് പറയും. എന്താണ് ഐസ് കട്ടയിൽ? വാതകമുണ്ട്, അതിങ്ങനെ വാതകം പോലെ പോണ കാണാം. അത് വെച്ചിട്ടുപോയാണ്. കരമായിട്ടിരിക്കും, അത് വെച്ചിട്ടുപോയാണ്. തലയ്ക്ക് വെള്ളം പോലെ വീഴും, അത് വെച്ചിട്ടുപോയാണ്. രണ്ട് ബോക്സും തന്മാത്രയാണ്. ഇത് സത്തയിൽ ഒന്നാണ്, പക്ഷേ 3 വ്യക്തികളാണ്. പക്ഷേ വ്യക്തികൾ ഈ ശക്തമായ ദൈവമാണ് നമ്മളിൽ വസിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വർക്ക് ചെയ്യണത്. പക്ഷേ സ്ഥിര ശാന്തമായ സാന്നിധ്യം, പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലെപ്പോഴും ഉണ്ടാവും. ആക്ടിവേഷൻ പ്രിൻസിപ്പിളായിട്ട് പറയുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഒരു പേഴ്സണാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 5:19 പരിശുദ്ധാത്മാവെ ദുഃഖിപ്പിക്കരുത് എന്നൊക്കെ പറയണത് ഇല്ലേ? ടേക്ക് ദ ബെഡ് ഓഫ് പരിശുദ്ധ ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എഫേസ്യസ് 4:27 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എഫേസ്യൻസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദനിപ്പിക്കരുതെന്നാണ് രക്ഷയുടെ ദിനമെന്ന് പറയണത്. നിങ്ങൾ ക്രിസ്തുവിൽ ഈ രക്ഷയുടെ ദിനമെന്ന് പറയുന്നതാണ്. ആധ്യാത്മിക അനുഭവത്തിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷയുടെ ദിനങ്ങളാണ് വരണത്. രക്ഷയുടെ ദിനങ്ങൾ, ഈ ബൈബിൾ ദിനമെന്ന് ഉപയോഗിക്കുന്നത് ഒരു വലിയ കാലഘട്ടത്തെ മൊത്തമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദിനം നിത്യതയെല്ലാം ബൈബിൾ ഉപയോഗിക്കുന്നത് വർഷമായിട്ടല്ല, അതൊരു ദിനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയുടെ ദിനം പല അർത്ഥമാണ്. അതായത് രക്ഷയുടെ ഭൗതിക ദിനങ്ങളുണ്ട്, അതുപോലെ തന്നെ നിതാന്തമായ ദിനങ്ങളുണ്ട്. നമ്മളതിനെ ക്രോണോസ്, കൈറോസ് എന്നൊക്കെ ബൈബിളിൽ വ്യത്യസ്തങ്ങളായിട്ട് പറയും. പക്ഷേ ക്രോണോസിലും ഉണ്ടാകുന്ന പ്രശ്നം, അത് ഭൗതിക ദിനങ്ങളിൽ ഉണ്ടാകുന്ന വിഷയം ഭൗതിക ദിനങ്ങളാണ്, ഭൗതിക ദിനമായിട്ടല്ല. എന്നെല്ലാം നീ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു അതെല്ലാം രക്ഷയുടെ ദിനങ്ങളാണ്.
രക്ഷയുടെ ദിനങ്ങളാണ്. എല്ലാ ദിവസവും ക്രിസ്തുവിന് നമുക്കറിയാമല്ലോ, എന്ത് ഉടമ്പടിയായാലും ബേസിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട അനുഭവം ക്രിസ്തു അനുഭവമാണ് ഉണ്ടാകണം. അതിന് ഓരോ ദിവസവും ക്രിസ്തു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മാധ്യസ്ഥയും മാതൃകാ സത്യമായിട്ടൊക്കെയാണ് മറിയം. അതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന സാങ്കേതികമായ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. ആ ഉടമ്പടിയിലെ ലക്ഷ്യം എന്താണ്? ക്രിസ്തു അനുഭവമാണ് ലക്ഷ്യം. അപ്പം നിങ്ങളുടെ മനസ്സിലെല്ലാം ഈ സന്തോഷം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്നുള്ള വ്യക്തിയിലാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ പത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഉടനെ അടുത്ത IELTS പാസ്സാകുമെന്ന് ഓർത്തും കാനഡയിൽ PR കിട്ടുമെന്ന് ഓർത്തല്ല സന്തോഷിക്കേണ്ടത്. ആ സന്തോഷം ഇതുമായിട്ട് ബന്ധമില്ല. പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ടത് ക്രിസ്തു എന്ന നാമത്തെ പ്രതിയാണ്. അതായത് നമ്മൾ അതിലെടുക്കണമെങ്കിലേ 5:41 എടുത്ത് നടപടി പുസ്തകം, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ ഇത് ഒരു പ്രധാന കവനന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫേസാണ്. ഫേസ് വേർഡ് എന്ന് പറയുന്നതിനാ ഒരു മുഖവചനമാണ്. എന്താ കാര്യം? ഒന്നിന് വായിച്ചത് അവരെന്താ അപ്പോസ്തലന്മാരെ ഉദ്ദേശിക്കണം. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പൊ ഈ നമ്മൾക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഉള്ളതാണ് അപമാനം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് സന്തോഷമുള്ള പരിപാടിയാണെന്ന് വിചാരിക്കരുത്. സത്യസന്ധമാണെങ്കിൽ സന്തോഷമുള്ള പരിപാടിയല്ല ഇത്. വെളിച്ചം പാത്രം നിങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കണവരില്ലേ? ഡാഡിയോടെ പോൺ ചെയ്യല്ലേ? ഡാഡിയോടെ പോൺ പള്ളി അപ്പനോട് ഷർട്ട് എടുത്തുമ്പോൾ ഡാഡിയോടെ പോൺ, ഞാൻ പള്ളി പോൺ എന്നാൽ ഈ പത്രം ഒന്ന് കൊടുക്കുക. അതാണ് പ്രശ്നം. അവർക്ക് എന്നാ പ്രശ്നം? അവൻ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതല്ല, നമ്മളാണ് അപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എടി പെണ്ണെ നിനക്ക് തലക്കോല കാച്ചിൽ വേണം, വേറെ പണിയൊന്നുമില്ലേ, ഇതൊക്കെ ചുമ്മാ, ഇതൊക്കെ അഭ്യാസമാണ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ നിരീശ്വരവാദികളെ കണ്ടുമുട്ടും. അവർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ കലി കയറും. അവർ നിങ്ങളുടെ തന്തയ്ക്ക് വിളിക്കണതിന് പകരം ദൈവത്തിന് തന്തയ്ക്ക് വിളിക്കും. കാരണം പിശാചിന് അങ്ങനെ തോന്നുമല്ല അരിച്ചു പിടിക്കാൻ, ഒരു ധൈര്യമല്ല പിശാചിന്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അപ്പം നിങ്ങളോർക്കും ദൈവമേ അവരെന്നെ തന്തയ്ക്ക് വിളിച്ച് അവരുടെ കേട്ടാ. നമ്മുടെ പ്രശ്നം വേറെ അവരുടെ കേട്ടാ, നമ്മൾ കേട്ടാലേ പ്രശ്നമേ. നമ്മളെ ചീത്ത വിളിക്കണ വേറെ അവരും കേട്ടാന്നാണ്. ദാറ്റ് മീൻസ് നമുക്ക് സന്തോഷമില്ല, നമുക്ക് നിരാശയും പണ്ടാരം പോയി ഉടമ്പടി എടുത്തത് ഗതികേടായല്ല. ഇതിൽ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കേട്ട ഇതേ മാർഗ്ഗമുള്ള വേറെ മാർഗ്ഗമൊന്നും ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കും. എൻ്റെ മക്കളെ, ഇതേ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മാർഗ്ഗമൊക്കെ ഉണ്ട്. പക്ഷേ മുതൽ മുടക്കമുള്ള മാർഗ്ഗം ഇതേ ഉള്ളൂ. കവനൻ്റ് എന്ന് പറയുമ്പോൾ ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ്, പേഴ്സണല്ലേ. ദൈവം നമ്മൾ വ്യക്തിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് വിളിക്കണ കവനൻ്റേ ഉള്ളൂ. ബാക്കിയെല്ലാം സിംഗിൾ ഹെഡിൽ പ്രെയറാണ്. കേട്ട് പോയാൽ പോയി, അത്രേ ഉള്ളൂ. നിങ്ങൾക്കത് കേൾക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ദൈവം ഇത് കേൾക്കണം നിർബന്ധവും ഇല്ല. ഇതെന്ന് പറയുമ്പോൾ കവനൻ്റാണ്. ദൈവം നിങ്ങളോട് എഗ്രിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവം ഇത് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. തിമോത്തിയല്ലേ? ആരാധന യേശുവേ ആരാധന. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അതായത് തന്നെ തന്നെ നിഷേധിക്കാൻ നമുക്ക് സാധ്യമാണ്. അതായത് നമ്മൾ ഫ്രോഡായത് കൊണ്ടാണ്. ഫ്രോഡെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവനവനെ തന്നെ നിഷേധിക്കുന്ന ആൾക്കാരാണ്. എന്തെല്ലാം ദൈവത്തെ പറഞ്ഞാൽ ഇപ്പോൾ ചില ഭർത്താക്കന്മാരില്ലേ, അവരെ കുടിച്ചിട്ട് കയറി വരുമ്പോൾ ഭാര്യ ഉടനെ വിഷമെടുത്ത് കഴിക്കാൻ പോകും. ഉടനെ ഭാര്യയുടെ കൈ എടുത്തിട്ട് പറയും, കൈ എടുത്തിട്ട് അയാളുടെ തലയെ വെക്കും, അല്ലെങ്കിൽ അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലയെ വെച്ച് കൊടുക്കും. എടീ നിൻ്റെ തലയെ നീയാണ് സത്യം, ഞാൻ ഇതിനെ കുടിക്കത്തില്ല. എടോ മനുഷ്യ, ഇത്രയും കുറേ നാൾ തലയെ വെച്ച് എൻ്റെ തലക്ക് തലവേദന മാറണില്ലെന്ന് പറയും. ഇപ്പോൾ തല പൊട്ടി പോകാൻ പോണെന്ന് പറയും. എന്താണെന്ന്? അയാൾ ഫ്രോഡാണ്. അയാൾ ഈ ഭാര്യയെ തൽക്കാലം പിന്തിരിപ്പിക്കാൻ വേണ്ടി
ഈ കുടിയൻ എന്ത് ചെയ്യും? അയാളുടെ കൈ എടുത്ത് ഭാര്യയുടെ തലയിൽ വെച്ച് കൊടുക്കും. ഭാര്യയ്ക്കത് ആ കവനൻ്റിൽ വിശ്വാസമില്ല. എന്താ ഇങ്ങനെ കവനൻ്റെ പലത് കഴിഞ്ഞ് കൈയെടുത്ത് കുടിച്ചോണ്ട് വരുമ്പോൾ ഭാര്യ വിഷം എടുക്കുക, പുള്ളി കൈയെടുത്ത് തലയിൽ വെക്കുക. ഈ ഉടമ്പടി പല പ്രാവശ്യം നടന്നിട്ടുള്ളതാണെന്ന് പുള്ളിക്കറിയാം. ഫ്രോഡാണ്. തന്നെ അയാൾ നിഷേധിക്കും. പക്ഷേ ദൈവം അതാണ് പ്രശ്നം. ദൈവം നമ്മൾക്ക് എന്തെങ്കിലും വായി എന്ന് വിട്ട വാക്ക് പഴഞ്ചാക്കെന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകും. നമ്മൾക്ക് നമ്മുടെ വാക്കിനോട് നമ്മൾ ഒരിക്കലും ഉത്തരവാദിത്തം കാണിക്കത്തില്ല. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഉഴപ്പണത്. ദൈവം അങ്ങനെ അല്ല. റീഡ് ഇറ്റ് അഗൈൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പൊ ദൈവം സത്യമാണെന്ന് പറയുമ്പോൾ ആ സത്യത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയാണ് തന്നെ നിഷേധിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾ ഉഴപ്പിയാലും അത് നടക്കും. പക്ഷേ പിശാച് നിങ്ങളോട് പറയും, നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയല്ല, നീ ഇപ്പോൾ ഉടമ്പടി ഒന്നും ചെയ്യണില്ലല്ല, എന്നിട്ട് നിനക്ക് ഉദ്യോഗം കിട്ടിയല്ല, അപ്പോൾ ഉടമ്പടിയല്ല കാര്യം. അത് സ്വാഭാവികം, ഉടമ്പടി ചെയ്തില്ലേ കിട്ടുമായിരുന്നു, പണിയായില്ലേ? അതായത് നിങ്ങളെ ഉതക്കുന്ന ഓരോ ഉതപ്പിലും പിശാച് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഈ കള്ളക്കളികൾ മനസ്സിലാക്കണം നിങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങളെ ഉതപ്പ്? നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഉടമ്പടി നിങ്ങൾ മനഃപൂർവ്വം ഉഴപ്പണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ അത്രയും സീരിയസ് ടൈപ്പ് പേഴ്സൺ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിൽ പോയി അളിയന്മാരും 3 പേരും കൂടി ഇരിക്കുമ്പോൾ പറയും, എൻ്റെ അളിയ നമ്മ കണ്ടിട്ട് എത്ര നാളായി. അപ്പോൾ പറയും, നീ മസ്കറ്റിലല്ലേ നീ എത്ര കാലമായി? ഞാൻ 12 കൊല്ലം. നീ എത്ര കാലം? ഞാൻ 7 കൊല്ലം. ഈ 7 കൊല്ലം 12 കൊല്ലം പറയുന്നതിനാണെന്ന് പറയാം, വെള്ളം അടിക്കാനാണേ. അതിൻ്റെ ഈ 7 കൊല്ലം 12 കൊല്ലത്തിൻ്റെ ഇവനെ എടുത്ത് വീണ് പോകും. ശരിയാണ്, അളിയെ കണ്ടിട്ട് 16 കൊല്ലമായി, 12 കൊല്ലമായി, 7 കൊല്ലമായി, ഇനി എപ്പോൾ കാണാനാണ്? മനുഷ്യന്മാരല്ലേ, ഇന്ന് കാണുന്നത് നാളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോരോ സെൻറ്റിമെൻ്റ് അടിക്കുമ്പോൾ ഇവനും കുടിക്കും. അതോടെ പാപ്പടം വീണ് പോകും. പാപ്പടം വീണ് പോകുന്ന പാപ്പടനെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയും വീഴാനൊരു അവസരം തരികയാണ്. വീഴാനും ഒരു അവസരമാണത്. ദൈവം തന്നെ വീഴിക്കാൻ അനുവദിക്കും. എന്നിട്ടപ്പോൾ നിനക്ക് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് അയ്യോ എൻ്റെ മാതാവേ, എൻ്റെ കടങ്ങളെ, എൻ്റെ രോഗമേ, ഞാൻ ഉടമ്പടി ചെയ്താണല്ലോ, ഞാൻ തെറ്റിപ്പോയില്ല എന്ന് നിനക്ക് സങ്കടം വരും. സങ്കടം വരെ കുഴപ്പമില്ല, അതിൽ ദൈവസ്നേഹം ഉണ്ടാകണം. നിനക്ക് ദൈവസ്നേഹമല്ല, അയ്യോ ഞാൻ ഉടമ്പടി തെറ്റിപ്പോയില്ല, ഇതിൻ്റെ കടവടക്കാം. നിങ്ങൾക്ക് വിഷയസ്നേഹമാണുള്ളത്. നിങ്ങൾക്ക് ദുഃഖമുണ്ട്. ഉടമ്പടി വീഴുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷെ ആ ദുഃഖം ദൈവഹിതപ്രകാരമല്ല. ഈ ദുഃഖത്തിൻ്റെ പ്രശ്നം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം ഉണ്ടാവും, ഭൗതിക ദുഃഖം ഉണ്ടാവും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്തോസ് 7:10. 2 കൊരിന്തോസ് 7:10. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം, പറഞ്ഞേ, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്താപം എന്ന് പറയുന്ന ഒരു ദുഃഖമാണ്. പക്ഷേ രക്ഷാകരമാകണം. രക്ഷാകരം എന്ന് പറയുന്നത് എന്താണ്? രക്ഷ ആരാണ്? ലുക്ക 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ നിൻ്റെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ഉണ്ടാക്കണം. രക്ഷാകരം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ്, അല്ലാതെ കേവല പശ്ചാത്താപമല്ല. നമ്മളെ കുമ്പസാരക്കൂടിലൊക്കെ വേണ്ടത് ക്രിസ്തുവിനെ ലഭിക്കുന്ന പശ്ചാത്താപമാണ്, അല്ല പാപത്തെക്കുറിച്ച് ദുഃഖമില്ല. നിങ്ങളുടെ ഇപ്പോൾ വിശുദ്ധരായി ജീവിച്ചിട്ട് ദൈവത്തെ കഞ്ഞി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കഥയുമില്ല. നമുക്ക് ക്രിസ്തുവിനെ ലഭിക്കാനാണ് നമ്മൾ പാപം ഒഴിവാക്കി ജീവിക്കുകയും അഥവാ വീണു പോയാൽ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യണത് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിഷയത്തിലാണ്. നമ്മുടെ ദുഃഖവും സന്തോഷവും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞ ഒരൊറ്റ പേരിലാണ്. ഈ ഗോട്ട് എ പോയിന്റ്, മനസ്സിലായില്ലേ? നമ്മുടെ നമുക്ക് ദുഃഖം ഉണ്ടായി, ആ ദുഃഖം ദൈവഹിത പ്രകാരമാണെങ്കിൽ അത് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ദുഃഖമായിരിക്കണം. നമുക്കൊരു സന്തോഷമുണ്ടായി. സന്തോഷം എന്താ പറയുന്നത്? 5:41 എന്താ പറയണത്? യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി പറഞ്ഞേ, യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി ക്ലേശങ്ങൾ അനുഭവിച്ചതിൽ സന്തോഷത്തോടെ അവർ സംഘത്തിൽ നിന്ന് പുറത്തുപോയി. അവർ സന്തോഷമാണ്. നടപടി പുസ്തകത്തിൻ്റെ 5:41 2 കൊരിന്തോസ് 7:10 ദുഃഖവും നടപടി പുസ്തകത്തിൻ്റെ 5:41 സന്തോഷവും ഒറ്റ വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്. ഈ ഉടമ്പടി കാലാവസ്ഥ എന്ന് പറയണത് നമ്മുടെ ദുഃഖ സന്തോഷങ്ങളെ വിഷയത്തെയാണോ ഈ വ്യക്തിയെയാണോ ആശ്രയപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ്.
നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെന്ന് പറയണമെങ്കിൽ അത് ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നിങ്ങൾ കവനൻറ്റിലാണ്. അതാണ് നിലപാട് തറയെന്ന് പറയണത്, അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയണത്. ഉടമ്പടി റൈപ്പായിരിക്കുന്നു. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി പത്രം കൊടുത്തപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചതല്ലേ, എനിക്ക് നാണമുണ്ട് ഈ പത്രവും കാവ്യം കൊണ്ട് നടക്കാമെന്ന് ഓട്ടോറിക്ഷക്കാർ പറഞ്ഞ് അപ്പോൾ അവൾ പറഞ്ഞ് അത് ശരി, ഞാൻ രക്ഷപ്പെട്ടത് ഈ പത്രം കൊണ്ടാണ്, നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇത് നിങ്ങൾക്ക് കൊണ്ട് വിതരണം ചെയ്യണത്. ഞാനിതൊക്കെ നിങ്ങൾ അതിവിടെ വന്ന് ഇവിടെ നിന്ന് ഇത് പറയണതല്ല, നിങ്ങൾ അവിടെ വന്ന് നോക്കണം ദൈവം എന്താണ് ചെയ്യണമെന്ന് കണ്ടെത്താൻ. അതാണ് സന്തോഷം ദൈവത്തെ പ്രതി. അവളെ ക്ലേശിപ്പിച്ച അതിൽ വേറെ ആണെങ്കിൽ അയ്യോ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയണില്ല എന്ന് പറഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് പോകും. നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളെക്കുറിച്ച് ഈശോ പറഞ്ഞ എന്താണ്? ഏറ്റവും വലിയ ശത്രുക്കളെന്ന് പറഞ്ഞ് ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈശോ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഏറ്റവും വലിയ ശത്രുക്കൾ? നമ്മുടെ കുടുംബത്തിലുള്ളവരാണെന്ന്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 10:36. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. അപ്പൊ അമ്മ ശത്രുവായിട്ട് വരാം, അപ്പൻ ശത്രുവായിട്ട് വരാം. നിങ്ങൾ തേനും പാലും പഞ്ചാരം എന്ന് പറഞ്ഞൊരു കക്ഷികളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ശത്രുതയുടെ അവതാരങ്ങളായിട്ട് നിൽക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളെ പിഴപ്പിച്ചിരിക്കുന്ന പല ആൾക്കാരും ആൻറ്റിമാരായിരിക്കും. ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും പറഞ്ഞതാണ്. എന്താണെന്നറിയാമോ? ഓരോ ഡൈവേഴ്സും പരിശോധിക്കുമ്പോൾ, ഓരോ പ്രണയവും പരിശോധിക്കുമ്പോൾ, പ്രണയത്തിൽ ചില ആൾക്കാർ ചെന്ന് ചാടിയിട്ട് അബോഷണൊക്കെ നടക്കണമല്ലോ, എല്ലാം തുടങ്ങി വെക്കണമ്പോഴെല്ലാം ആൻറ്റി എന്ന് പറയുന്ന ആ സംഭവത്തിന് ഇതെല്ലാം അറിയാൻ പറ്റും. കാര്യം നിങ്ങൾ ആദ്യം മുതൽ ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അമ്മയല്ല, ആൻറ്റി. ആൻറ്റി വലിയൊരു അവതാരമാണ്. മിക്കവാറും നരകത്തിൽ ചെല്ലുമ്പോൾ ആൻറ്റിമാരായിരിക്കും കൂടുതൽ. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ വഴിപഴപ്പിച്ചതിൽ ആൻറ്റിയുടെ റോളെന്ന് പറയുന്നത് ചെറിയ റോളൊന്നുമല്ല. കാര്യം ഈ കൊച്ചെന്ന് പറഞ്ഞാൽ അവളെ എന്ത് ചെയ്താലും പക്ഷേ വീട്ടിൽ വരക്കണ കാരണം ആൻറ്റി ഒരു സാന്ത്വനത്തിൻ്റെ ആളായ കാരണം അവിടെ എന്ന് പറയും. അപ്പോൾ എല്ലാ തിന്മകളും നന്മകളും ചെന്ന് പറയണതാണ്. എന്നിട്ട് ഈ പണ്ടാര ഇതിനെ വഴിതിരിച്ചിട്ട് തിന്മയിലേക്ക് വിടുകയാണ്. ആത്മാവ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അബോർഷൻ ആയാലും ഡൈവേഴ്സ് ആയാലും വേറെ എന്ത് പ്രാക്കപ്പെട്ട പരിപാടിയായാലും ഇതിൻ്റെ പിന്നിലുള്ള ശക്തി കുടുംബത്തിൽ തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈശോ ചോദിക്കണത്, പത്രോസിനോട് വരെ ചോദിക്കും, എന്താണ്? ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുമോ? ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ചോദിക്കട്ടെ ഹല്ലേലൂയ. ഇവരെക്കാൾ അധികമായി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അതായത് യേശുവിൻ്റെ അതായത് സഭയുടെ തലയോടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സഭയുടെ തലയോട് ചോദിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അംഗങ്ങളോട് ചോദിച്ച ചോദ്യമാണത്. സഭയുടെ ഭൗതിക തലവൻ പത്രോസാണ്. അപ്പോഴേ ഈ തലയോടാണ് ചോദിക്കുന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. വെച്ചാൽ സഭയുടെ അംഗങ്ങളോട്, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരോടും ചോദിച്ച ചോദ്യമാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർ സഭയുടെ പുറത്ത് എന്തുമാത്രം ഉണ്ട്, അവരോട് എല്ലാവരും കൂടി ചോദിച്ച ചോദ്യമാണത്. എന്താണ്? ഇവരെക്കാൾ അധികമായി. കവനൻ്റിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, ഈ കവനൻ്റ് റിലേഷനിലിരിക്കുന്ന ആൾക്കാർക്ക്, ഉടമ്പടി ബന്ധത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അവരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ദൈവത്തെക്കാൾ അധികമായി വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. ഞാൻ കവനൻ്റ് ചെയ്ത ദൈവത്തെക്കാൾ ഇപ്പം എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ, ചില പ്രണയപ്രാന്തി പിടിച്ച ആൾക്കാർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവളോ അവനോ സ്നേഹിക്കുന്ന കാമുകനോ കാമുകയോ ദൈവം വശത്താക്കി പിടിക്കാനുള്ള മാമാപ്പണി ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കുന്നത്. എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ ഒഴിച്ചിട്ട് വരാം. എന്താ കാര്യം? നിങ്ങളുടെ ഉള്ളിലുള്ള ജഡികമായ ആസക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് നിത്യത വരെ നിങ്ങളെ കൊണ്ടുപോകാനുള്ള പാങ്ങുണ്ടാക്കി തീർക്കാനുള്ള
പരിചരണങ്ങൾ നൽകുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന നടപടിക്രമം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവ സ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Praise the Lord. അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, ദൈവമേ, ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ നടക്കരുത് എന്ന് പറയുന്നതിനാണ് ഉടമ്പടി സമർപ്പണം എന്ന് പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നാലാമത്തെ എന്താണ്? സമർപ്പണം. സമർപ്പണം ഉടമ്പടി വരുമ്പോഴാണ് ആധ്യാത്മികതയിൽ സമർപ്പണ ശക്തി പ്രാപിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും സംഭവിക്കാതിരിക്കാൻ ഞാൻ സമ്പൂർണ്ണമായി ദൈവഹിതത്തിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് നിഷ. ഞാൻ വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നാണ് വരുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച 1000 അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2021 നവംബർ 12-ാം തീയതിയാണ് ആദ്യമായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം, ഞാൻ തനിച്ചുള്ളൂ, നീ എനിക്കൊന്ന് കൂട്ടെങ്കിലും വരുമോ എന്ന് ചോദിച്ചു. ആദ്യം ഞാൻ ആന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനില്ല, വേണേ നീ പോയിട്ട് വാന്ന് പറഞ്ഞു. ആ പറഞ്ഞു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം മാതാവ് എന്നെ ഇവിടെ എത്തിച്ചു. കാരണം എൻ്റെ മകന് സ്കൂളിൽ പോകാൻ കൊറോണ കാലം ആയതുകൊണ്ട് അതിനിടയ്ക്ക് സ്കൂൾ വന്നതുകൊണ്ട് ഒരു വണ്ടിയും സ്കൂളിൽ പോകാൻ വേണ്ടി കിട്ടിയില്ല. അപ്പം ബസ്സിൽ വേണം കയറി പോകാൻ വേണ്ടി. ഇവൻ ഇതുവരെ അങ്ങനെ ഒന്നും കയറി പോയിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് പേടി അമ്മയെ പോകാനായിട്ട്. അവനൊരു കേൾവി പ്രശ്നം പോലെയൊക്കെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു ഞങ്ങളൊരു 10 വർഷത്തോളമായിട്ട്. അപ്പം അവനങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. കാരണം എന്താ വെച്ചാൽ ഒരു വണ്ടിയിൽ കയറി തന്നെ പോകാൻ അവന് പറ്റുന്നില്ല, വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഞാൻ നാളെ തന്നെ വേണമെങ്കിൽ എനിക്ക് പറ്റുന്നിടത്തോളം വേഗത്തിൽ ഞാൻ അമ്മയുടെ സന്നിധിയിലേക്ക് വന്നേക്കാം. എൻ്റെ മകന് ഒരു ആത്മധൈര്യം കൊടുക്കണേ വരാനായിട്ട്. സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ആത്മധൈര്യവും ഒരു ഭയമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. കൃപാസനത്തിൽ ഇപ്പോൾ അവൻ ബസ്സിൽ കയറി പോണതിന് മുമ്പ് തന്നെ ഞാൻ കൃപാസനത്തിലെത്തി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ മകന് വർഷങ്ങളായിട്ട് ഒരു UKG പഠിക്കുമ്പോൾ ഒരു കേൾവി പ്രശ്നം പറഞ്ഞതാണ്. അതൊരു ഇൻസിഡൻറ്റിൽ പോയ ഒരു കേൾവിയാണ്. ഒരു പേടിച്ച് പോയതിൻ്റെ ഭാഗമായിട്ട് അവൻ പിന്നെ എനിക്ക് കേൾക്കുന്നില്ല എന്ന് പറയുന്നതായിരുന്നു. വീട്ടിൽ വന്ന പ്രശ്നങ്ങളൊന്നുമില്ല. സ്കൂളിലോ മറ്റുള്ളവരെ കാണുമ്പോൾ അവരെയൊക്കെ ഒന്ന് നേരിടാനായിട്ടുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. അവൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം അവന് കേൾക്കാത്തതുള്ളൂ. ഞാൻ പറയുന്നതോ എൻ്റെ വീട്ടിൽ പറയുന്നതോ കാര്യങ്ങളായിട്ടൊക്കെ അവന് കേൾക്കാം. അപ്പം ഹിയറിംഗ് ടെസ്റ്റ് എല്ലാം നടത്തുമ്പം ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് ഇങ്ങനെ വലുതാവും തോറും എനിക്ക് ഉള്ളിൽ ഭയമായി, ഇവൻ വലുതായി വരുവാണല്ലോ, ഇവനിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ എനിക്ക് കൂടുതലായിട്ടുണ്ടാകാൻ തുടങ്ങി. പിന്നീട് സ്കൂളിൽ നിന്നും അവനൊരു ഹിയറിംഗ് ടെസ്റ്റൊക്കെ നടത്താൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ശേഷമാണ് മൈസൂർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇവന് ടെസ്റ്റ് നടത്തിയപ്പോൾ 90% അവന് ആബ്സെൻ്റ് ആണ് ഹിയറിങ്. ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി. കുറേ നേരം കരഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത പോലെ 90%, അതായത് ഒട്ടും കേൾക്കുന്നില്ല അവന്. ആ രീതിയിലുള്ള റിസൾട്ടാണ് അവർ തന്നത്. ഒരു ദിവസം മുഴുവനും അവർ ചെക്കപ്പ് നടത്തി. പല ടെസ്റ്റുകളുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടെ കയറി എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകളും നടത്തി കഴിഞ്ഞിട്ടാണ് പറയുന്നത് 90% ആബ്സെൻറ്റ്. നിങ്ങൾ ഹിയറിംഗ് എയ്ഡ് വെക്കാൻ വേണ്ടി മാത്രം ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ അന്ന് വിട്ടു. ഡേറ്റ് തന്നാണ് വിട്ടത്. ഞങ്ങൾ ആ ഡേറ്റ് തന്നെ കറക്റ്റ് ചെന്നു. ഹിയറിംഗ് എയ്ഡിനുള്ള ആ പേയ്മെൻറ്റ് ചെയ്തു. മോൾഡ് ഉണ്ടാക്കി, ഇവൻ്റെ ചെവി വെക്കാനുള്ള മോൾഡെല്ലാം ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു. ഹിയറിംഗ് ടെസ്റ്റ് അന്ന് ഈ ഹിയറിംഗ് എയ്ഡ് വെക്കാൻ വേണ്ടിയിട്ട് ഇവനെ ഹോസ്പിറ്റലിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി ടെക്നീഷ്യന്മാർ. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം കയ്യിലുണ്ടായിരുന്നു. അത് മുറുക്കെ പിടിച്ചു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം അവിടെ വന്ന മക്കളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മകന് ഒരു കുറവും മാതാവ് തന്നിട്ടില്ല എന്ന് നമുക്ക് തോന്നും. കാരണം ഹിയറിംഗ് ലോസ് ഉള്ള പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ്, എൻ്റെ കുഞ്ഞ് ഇങ്ങനെയൊന്നും ആയില്ലല്ലോ, എൻ്റെ മകൻ എന്നെ നോക്കി സംസാരിക്കുന്നുണ്ടല്ലോ, എന്നെ അമ്മയെന്ന് വിളിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. പറ്റുമെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ മക്കളെ അമ്മയൊന്ന് സുഖപ്പെടുത്തുമോ എന്ന് ചോദിച്ചു. അവിടെ ഇരുന്ന 2 മക്കൾക്ക് വേണ്ടി ഞാൻ ആ കാശുരൂപം തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അമ്മേ, ഇത് അമ്മയുടെ ഹിതമാണെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതം ഇതാണ് എങ്കിൽ എൻ്റെ കുഞ്ഞ് ഹിയറിംഗ് എയ്ഡ് വെച്ചോട്ടെ, അത് കാണാനായിട്ടൊക്കെയുള്ളൊരു ശക്തി എനിക്ക് തന്നാൽ മതി, ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആ ക്ലിനിക്കിൽ അവിടെ ഇവനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നവർ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് അകത്തേക്ക് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു,
ഈ 90% ലോസ് ഉള്ള ഒരു കുട്ടി കേൾക്കുന്ന പോലെ അല്ല അവനിപ്പോൾ കേൾക്കുന്നത്. നമ്മളിപ്പം ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞപ്പം അവന് ഭയങ്കര അസ്വസ്ഥതയാണ്. അതായത് നമുക്ക് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് വെക്കുന്ന പോലത്തെ അസ്വസ്ഥതയാണ്. അത് കഴിഞ്ഞപ്പോൾ അത് മാറ്റി കഴിഞ്ഞപ്പം അവരെന്തോ ചോദിച്ചപ്പോൾ അവൻ അതിന് ഉത്തരം പറഞ്ഞു എനിക്ക് നിങ്ങൾ പറയുന്നതൊക്കെ ശരിക്കും കേൾക്കാം, എനിക്കിതിൻ്റെ ആവശ്യമില്ലയെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് അവർ പറഞ്ഞു നമുക്ക് ഒന്നും കൂടെ നന്നായി ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അവർക്കും ആകെ കൺഫ്യൂഷനും ടെൻഷനൊക്കെ ആയി, ഇതെന്തായിരിക്കും ഇങ്ങനെ ഒരു റിസൾട്ട് എന്ന്. കാരണം ഒരു ദിവസം ഫുള്ള് ടെസ്റ്റ് ചെയ്തിട്ടാണ് 90% ലോസ് എന്ന് പറഞ്ഞത്. അവർ തന്നെയാണ് വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് ഇവൻ നോർമൽ പിള്ളേർ കേൾക്കുന്ന ഒരു കേൾവി ഇവനുണ്ട് എന്നൊരു റിസൾട്ട് ഞങ്ങൾക്ക് അന്നത്തെ ദിവസം തരുന്നത്. അതിനുശേഷം അവർ ആ റിസൾട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അവർ ഞങ്ങളുടെ കൈ തന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് റിസൾട്ട് തന്നു വിടില്ല. അപ്പോൾ ഞങ്ങൾ മെല്ലെ ഫോട്ടോ എടുത്താണ് പോരല്. ആ ഫോട്ടോ എടുക്കുമെന്ന് തോന്നിയതുണ്ടോന്നൊന്നും അവർ ആ റിസൾട്ടിനുള്ള ഫോട്ടോ എടുക്കാൻ പോലും ഞങ്ങളെ സമ്മതിച്ചില്ല. അന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്ന വീട്ടിലേക്ക് ഹിയറിംഗ് എയ്ഡ് വേണ്ട എന്നാണ് അവിടുന്ന് പറഞ്ഞു വിട്ടത്. എൻ്റെ കുഞ്ഞിനെ ജീവിതകാലം മുഴുവൻ ഹിയറിംഗ് എയ്ഡ് വെച്ച് നടക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് അവനെ ഒരു നോർമൽ മകനായിട്ട് വളർത്താൻ പരിശുദ്ധ അമ്മ എന്നെ അനുവദിച്ചോർത്ത് അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. ചെറുതും വലുതുമായ 1000 അനുഗ്രഹങ്ങളും അമ്മ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. 12 വർഷത്തോളമായിരുന്ന എൻ്റെ കാലിൻ്റെ ഒരു അലർജി ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഉടമ്പടി തൈലം കൊണ്ടുപോയി അന്ന് ഞാൻ കാല് തേച്ചു. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ കാലിലെ അലർജി പൂർണ്ണമായിട്ട് മാറി. എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരും. ഞാൻ ആ കാലിൻ്റെ കണ്ണയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കണങ്കാലിൽ വരുമ്പം അത് ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് പൊട്ടുമായിരുന്നു. 2 ദിവസം ഞാൻ ഉടമ്പടി തൈലം സർവശക്തനായ പിതാവ് ചൊല്ലി തേച്ചതേ ഉള്ളൂ. പൂർണ്ണമായിട്ട് എനിക്കത് മാതാവ് സുഖപ്പെടുത്തി തന്നു. ഇപ്പോൾ പിള്ളേരെന്നോട് പറയുന്നത് മാതാവ് അമ്മയുടെ കൂടെ ഉണ്ടല്ലേ എന്നാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ മുൻപിൽ തന്നെ അനുഭവമാണ് ഓരോരോ സാക്ഷ്യങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഓരോ രോഗങ്ങൾ വരുമ്പോഴും ഞാൻ ഉടമ്പടി തൈലവും കാശുരൂപവും എടുത്ത് പ്രാർത്ഥിക്കും. വെഞ്ചരിച്ച് ഉപ്പ് മക്കൾക്ക് കൊടുക്കും. പ്രാർത്ഥിച്ചാണ് ഞാൻ സ്കൂളിലേക്കൊക്കെ വിടുന്നത്. ഉടമ്പടി തൈലം തേച്ച് കൊടുത്ത് പ്രാർത്ഥിച്ചാണ് ഞാൻ വിടുന്നത്. അപ്പോൾ മക്കൾ തന്നെ എന്നോട് പറയും അമ്മയുടെ കൂടെ മാതാവ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന്. കാരണം അത്രത്തോളം പ്രത്യക്ഷത്തിൽ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുകയാണ്.